ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം 5ാമത്തെ യൂണിറ്റിലെ അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇങ്ങനെ വായിച്ച് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ നമ്മളോട് പറഞ്ഞത് ഈ പാഠഭാഗത്തിൻ്റെ 2ാമത്തെ ഭാഗം ഒന്നിച്ചു നിന്നാൽ എന്ന് പറയുന്ന ഈ പാഠഭാഗം നമ്മൾ വായിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ ഈ കഥ ആദ്യം തൊട്ട് അവസാനം വരെ 1-2 പ്രാവശ്യം വായിക്കണം. എന്നാൽ മാത്രമേ ഇന്നത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടും ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ പ്രവർത്തനം പറയാം എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. പേജ് നമ്പർ 86 പ്രവർത്തനമാണ് പറയാം എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനം. അതിന് ഈ കഥയിൽ ഏതൊക്കെ ജീവികളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് പറയാനും എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് അറിയണമെങ്കിൽ ഈ അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന ഈ കഥ തല തൊട്ട്, അതായത് ആ തുടക്കം മുതൽ അവസാനം വരെ 1-2 ആവർത്തി വായിക്കണം. ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിലുള്ള ജീവികളുടെ പേര് നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥയിലുള്ള മുഴുവൻ ജീവികളുടെയും പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വായിച്ചതിന് ശേഷം ഈ ഭാഗത്താണ് നിങ്ങൾ ആ ജീവികളുടെ പേര് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഒന്നാമത്തെ പ്രവർത്തനം അതാണ്. രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് കഥ പറയാം എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനമാണ്. നമ്മൾ ആ കഥ മുഴുവൻ വായിച്ചു. അതിനുശേഷം ആനവേട്ടക്കാരും മരം വെട്ടുകാരും വീണ്ടും വന്നു. ഒരിക്കൽ ആനവേട്ടക്കാരെ ഇവരൊന്നായിട്ട് കൂടി തുരത്തി കാട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. അവർ വീണ്ടും വന്നു. ഇത്തവണ കടലിൽ നിന്ന് കുത്തേൽക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങളുമായാണ് അവർ വന്നത്. കഥയുടെ ബാക്കി പറയൂ എഴുതൂ എന്നാണ്. അതായത് ഇവർ കുറച്ചുകൂടി ഒരുങ്ങിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. അതിന്റെ ബാക്കി പറയാനും എഴുതാനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ, അതായത് ജീവികൾ ഏതൊക്കെയാണ് എന്ന് എഴുതുന്ന പ്രവർത്തനം നോക്കാം. കൂട്ടുകാർ ഒന്നുകൂടി ആ കഥ വായിക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു മാതൃക ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ അതൊക്കെ തന്നെയാണോ ഇതിലുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഈ കഥയിലുള്ള ജീവികൾ ഏതെല്ലാം? ആന, അണ്ണാൻ, കുരങ്ങൻ, കരടി, കടുവ, സിംഹം, പുലി, കുറുക്കൻ, തേനീച്ച, കാട്ടുപോത്ത്, ചെന്നായ, മനുഷ്യർ, കാട്ടുകടന്നൽ. ഇതൊക്കെ നമ്മൾ ഈ കഥയിൽ പല സമയങ്ങളിലായി വായിച്ചു പോയതാണ്. ഇത് തന്നെയാണോ അതിലുള്ളത് എന്ന് നിങ്ങൾ ഒന്നുകൂടി കഥ വായിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഭാഗത്ത് അത് എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം 86 പേജിലെ കഥ പറയാം എഴുതാം എന്ന ഈ പ്രവർത്തനമാണ്. ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ പ്രാവശ്യം കാട്ടില് ആനവേട്ടക്കാർ വന്നപ്പോൾ, മരം വെട്ടുകാർ വന്നപ്പോൾ അവരെ ജീവികളെല്ലാം കൂടി തുരത്തി ഓടിച്ചു. പക്ഷേ അവരുടെ പരിപാടി നിർത്തിയില്ല. അവർ കുറച്ചുകൂടി ഒരുക്കത്തോടു കൂടിയാണ് അവർ കാട്ടിലേക്ക് വീണ്ടും മരം വെട്ടാനും അതുപോലെ തന്നെ ആനയെ വേട്ടയാടാനും ഒക്കെയായി വന്നത്. അങ്ങനെയാണെങ്കിൽ അവർ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് കഥയുടെ ബാക്കി പറയാനും എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കഥ പറയുമ്പോഴും എഴുതുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം. കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയായിരുന്നു. 1, ഉചിതമായ, അതായത് യോജിച്ച ഒരു തലക്കെട്ട് കഥക്ക് കൊടുക്കണം. 2, കഥക്ക് ഒരു തുടക്കം ഉണ്ടാകണം. കഥ തുടങ്ങിയാൽ പിന്നെ കഥ വളർന്ന് ഒരു വളർച്ച ഉണ്ടായി മുന്നോട്ട് പോകണം. ക്രമമായ എഴുത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ചിഹ്നങ്ങൾ ഉണ്ടാകണം കഥക്ക്. കഥ ചിലപ്പോൾ ചോദ്യചിഹ്നങ്ങളാകാം, ഫുൾ സ്റ്റോപ്പ് ആകാം, കൊട്ടേഷൻ ആകാം, അങ്കുശമാകാം, ഏതെങ്കിലും ചിഹ്നങ്ങളാകാം. ഈ ചിഹ്നങ്ങൾ കഥ പറയുന്ന ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കണം. വാക്കുകൾ തമ്മിൽ അകലം പാലിച്ചുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കഥ എഴുതേണ്ടത് എന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിരുന്നു.
ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആ കഥ മനസ്സിൽ പറയുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ കഥയുടെ ഒരു മാതൃക നിങ്ങളെ കാണിക്കാം. ഇതാണ് കഥയുടെ മാതൃക. കഥ എഴുതാം. ഒന്നിച്ചു നിന്നപ്പോൾ എന്നാണ് ഞാൻ ആ കഥക്ക് പേര് നൽകിയത്. നിങ്ങൾ ഈ പേര് തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഈ കഥക്ക് നിങ്ങൾക്ക് ചേർക്കാൻ കഴിയും. നമുക്ക് വായിക്കാം. അവർ വീണ്ടും കാട്ടിലേക്ക് വന്നു. ഇത്തവണ അവർ വന്നത് വളരെ കരുതലോടെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മൃഗങ്ങൾ അവരെ ആക്രമിച്ച് ഓടിച്ചിരുന്നു. അന്ന് ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായത് കടന്നലുകളുടെ ഭാഗത്ത് നിന്നായിരുന്നു. അവരുടെ കുത്ത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്തവണ അവർ കടന്നൽ കുത്തേൽക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. അവർ കാട്ടിൽ കയറി മരം വെട്ടാനും വേട്ടയാടാനും തുടങ്ങി. കുറേ മൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള മൃഗങ്ങൾ ജീവനും കൊണ്ട് ഓടി. മനുഷ്യരെ പേടിച്ച് മൃഗങ്ങളിൽ മിക്കവരും ഉൾക്കാട്ടിൽ പോയി ഒളിച്ചിരുന്നു. കഴിഞ്ഞ തവണ ചെയ്തതുപോലെ നാട്ടുമനുഷ്യരെ തുരത്താനുള്ള വഴി അവർ കൂട്ടം കൂടി ആലോചിക്കാൻ തുടങ്ങി. ആനമൂപ്പൻ വീണ്ടും എല്ലാ മൃഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരും അവരവരുടെ ഉപായങ്ങൾ പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ ബുദ്ധിമാനായ കുറുക്കനും ഒരു ഉപായം പറഞ്ഞു. അത് കേട്ട മൃഗങ്ങൾ സന്തോഷത്തോടെ കൈയടിച്ചു. ഉപായം എന്തെന്നോ? എല്ലാ ജീവികളും ഒരു കൂട്ടമായി ഒന്നിച്ചു നിന്ന് ആക്രമിക്കുക. ശത്രുക്കൾ എത്ര ശക്തരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. ഇത് കേട്ടപ്പോൾ എല്ലാ ജീവികളും സമ്മതം മൂടി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ആളുകൾ ആദ്യം പോകണം, പിന്നാലെ ചെറിയവർ, കുറുക്കൻ പറഞ്ഞു. അപ്പോൾ ആര് ആദ്യം പോകും? ഞാൻ. ആരാണ് പറഞ്ഞത്? എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ആനമൂപ്പൻ. ആനമൂപ്പനും കുടുംബവും മുന്നോട്ട് വന്നു. കുറേ ആനകൾ. അവരെ കാണുമ്പോഴേ പേടിയാകും. കറുകറുത്ത പാറകൾ പോലുള്ള ശരീരം, പേടിപ്പിക്കുന്ന ചിഹ്നം വിളി, കൂർത്ത കൊമ്പുകൾ. ആനകൾ തന്നെ ആദ്യം പോകട്ടെ, മൃഗങ്ങൾ തീരുമാനിച്ചു. ആനകൾ മുൻപിൽ, പിന്നാലെ കരുത്തരായ കാട്ടുപോത്തുകൾ, സിംഹങ്ങൾ, കടുവകൾ എന്നിങ്ങനെ വലിയ പട തന്നെ മനുഷ്യർക്ക് നേരെ പാഞ്ഞു. കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ഇപ്രാവശ്യവും മൃഗങ്ങൾ കൂട്ടമായി തങ്ങളുടെ നേർക്ക് വരുന്നത് നാട്ടുമനുഷ്യർ കണ്ടു. കൂട്ടമായുള്ള ആക്രമണം അവർ പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു. അത് അവർക്ക് തടുക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. അവർക്ക് ജീവനും കൊണ്ട് ഓടുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അവർ അവരുടെ ജീവനും കൊണ്ട് ഓടി. പിന്നീട് ഒരിക്കലും അവർ വേട്ടക്കായോ മരം മുറിക്കാനോ കാട് കയറിയിട്ടില്ല. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ആ കഥയ്ക്ക് ശേഷം നടന്ന കഥ നമ്മൾ എഴുതിയത്. ഇതിന് തലക്കെട്ടും ആവശ്യമായ ചിഹ്നങ്ങളും ഫുൾ സ്റ്റോപ്പും അങ്കുശവും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഇങ്ങനെ കഥ എഴുതി പഠിക്കുക. ഇതിന് നന്നായി കഥ എഴുതാൻ നിങ്ങൾ ശീലിക്കുക. ഈ കഥ 2-3 പ്രാവശ്യം വായിച്ചാൽ ഇതിന്റെ തുടർച്ച നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഏതായാലും നിങ്ങൾ മാതൃക കഥ മാത്രമാണിത്. ഇതിന് നന്നായി കഥ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അവസാനമായി നമ്മോട് പറഞ്ഞിരിക്കുന്നത് മുഖം മൂടി തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ഈ കഥയിൽ ഒരുപാട് ജീവികളെ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള ജീവികൾ ഇതിലുണ്ട്. ഏതായാലും ഈ ജീവികളുടെയൊക്കെ മുഖം മൂടി തയ്യാറാക്കി നിങ്ങൾ ഈ കഥ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മുഖം മൂടി തയ്യാറാക്കുന്ന പ്രവർത്തനവും കൂടി നിങ്ങൾ ടീച്ചർക്ക് അയച്ച് പൂർത്തിയാക്കി കൊടുക്കുക. കൂട്ടുകാരെ, നമ്മൾ അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തത്. ഇതിലെ മുൻകഴിഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ, പ്രൈമറി സ്കൂൾ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പാഠഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.